പുഷ്കല കൃഷ്ണമൂർത്തിയാണ് അമ്മേ ഈ സമർപ്പണത്തിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമുക്കിങ്ങനെ ഒരു ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഇവിടെ വർഷം തോറും പങ്കെടുക്കാൻ സന്ദർഭം ഉണ്ടാക്കി തരുന്ന മനുതിരുമേനിക്ക് ആദ്യം എത്ര നമസ്കാരം ചെയ്താലും മതിയാവില്ല. അപ്പൊ ആ ഗുരുനാഥന്റെ മള്ളിയൂർ തിരുമേനിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ വർഷാവർഷം നടക്കുന്ന ഈ യജ്ഞത്തിൽ നമ്മളെയും ഒക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള ഒരു സന്ദർഭം നമ്മൾക്കും തിരുമേനി തരുന്നുണ്ട്. ഒരു തിരുമേനിയുടെ ഒരു സന്മനസ് അത് എല്ലാരെയും അത്ര അധികം ആളുകളെ ഇതിൽ പങ്കേൽപ്പിച്ച് ഇത് നടത്തുന്നതെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഈ ചെയ്യുന്നത്. ഒരുപാട് ഇതിന്റെ പുറകില് ഒരുപാട് ഓർഗനൈസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. എന്നാലും അത്ര ശ്രദ്ധയോടെ എല്ലാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അതിന് എത്ര നമസ്കരിച്ചാലും പോരാ. പിന്നെ രാവിലെ പതിവ് പോലെ നമ്മള് വിഷ്ണു സഹസ്രനാമം തുടങ്ങി ഗണപതി ഹോമം ഉള്ള ആ ഉപാസന നമുക്കെല്ലാം ഇപ്പോൾ നമുക്കതൊരു നമ്മളുടെ ഒരു ജീവിതചര്യയായി കഴിഞ്ഞു. അത് നമ്മൾക്ക് അങ്ങനെ എന്തുകൊണ്ടാ തോന്നുന്നത്? തിരുമേനിയുടെ ആ വിശാല മനസ്സുകൊണ്ടാണ്. എല്ലാരെയും പങ്കെടുപ്പിക്കണം, ആരും ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും ഒരാളെ ചൊല്ലണം. അപ്പൊ എല്ലാ പ്രോഗ്രാമുകളിലും എത് നടന്നാലും അതിലൊക്കെ ഈ ഉപാസനയിലാണെങ്കിലും യജ്ഞമാണെങ്കിലും എല്ലാത്തിലും ആ ഭഗവാനെ പറ്റി പറയാനോ പാടാനോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എല്ലാരും. അങ്ങനെ അത് എത്ര 150 പേരെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇതാണ്. ഒരു നാരായണീയമോ എന്തെങ്കിലുമൊക്കെ. പിന്നെ ദേഷ്യപ്പെടാറേ ഇല്ല, അത്രയ്ക്കും ക്ഷമയോടെ കൊണ്ട് നടക്കുകയാണ് എല്ലാരെയും. അപ്പൊ അതൊക്കെ കാരണമാണ് ഇതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ 2ാമത്തെ ദിവസമായ ഇന്ന് എല്ലാ പ്രഭാഷണങ്ങള് എല്ലാവരും തുടക്കക്കാരാണ്, നമ്മളെല്ലാവരും ഇത് പറയുന്നുണ്ട്. പക്ഷെ പിന്നെ ഒരു സന്ദർഭം കിട്ടിയത് കാരണമാണ് നമ്മളുടെ ഇതൊന്ന് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരവസരമാണിത്. അപ്പൊ അതും തിരുമേനിയുടെ ഒരു ഇതാണ്. എന്നുവെച്ചാൽ ഇത്രയും പേര് പ്രഭാഷണം പറയിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇതാണ്. എല്ലാവരും പിന്നെ ഇപ്പം ഈ വായനയും അതുമൊക്കെ എല്ലാം ഇന്നും നന്നായിരുന്നു. എന്നത്തെയും പോലെ എല്ലാം ക്രമത്തിന് അതിന്റെ സമയത്തിനെല്ലാം ഇതായി. ആദ്യത്തെ പ്രഭാഷണം ശ്രീമതി രമാദേവി തിരുമല അവരുടെ തൃതീയത്തിലെ 22ാമത്തെ അധ്യായം എടുത്ത് വളരെ അങ്ങനെ സരളമായ ഭാഷയിൽ അങ്ങനെ കഥാസന്ദർഭം എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഒരു ആമുഖം ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ആ കർദമ പ്രജാപതിയുടെയും ദേവഹൂതി മാതാവിന്റെയും ആ വിവാഹത്തെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് വിവരിച്ചു തന്നു. അപ്പൊ അതില് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി ഇന്നുള്ള ജനങ്ങളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണ അതെപ്പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. വളരെ ശരിയായ അഭിപ്രായമാണ് അതൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ കപിലാവതാരത്തിലെ ആ പശ്ചാത്തലം വരെ സൂചിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് നല്ല അറിവ് പകർന്നു തന്ന ശ്രീമതി രമാദേവി തിരുമലയ്ക്ക് നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിന്റെ പേരിൽ നമ്മളുടെ എല്ലാ നമസ്കാരങ്ങൾ. പിന്നെ എല്ലാം ഗുരുവായൂരപ്പന്റെ തീരുമാനം എന്ന് പറയുന്ന പോലെ ഇപ്പൊ ആ ഗുരുവായൂരപ്പന്റെ കപിലാവതാരത്തിന് പറഞ്ഞു തരാൻ നമുക്ക് ആചാര്യനായ മനുതിരുമേനി തന്നെ ആണ് ഗുരുവായൂരപ്പൻ നിയോഗിച്ചത്. അപ്പം അതിലും നമ്മൾക്ക് ദാമ്പത്യത്തിന്റെ മൂല്യങ്ങളെ പറ്റിയും പുത്രന്മാരുടെ കടമകളെ പറ്റിയും അങ്ങനെ അതിനെയൊക്കെ ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടതിനെ പറ്റിയും ഒക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ദക്ഷയാഗത്തിലെ 4-3 തിരുമേനി തന്നെയാണ് പറഞ്ഞു തന്ന പരമശിവന്റെയും സതീദേവിയുടെയും സംവാദങ്ങളും അപ്പൊ അതൊക്കെ നമ്മൾക്ക് വിവരിച്ചു തന്നു. അപ്പൊ തിരുമേനി പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് അലങ്കരിക്കാൻ നിറയെ മയിൽപ്പീലികൾ കിട്ടുന്നതിന് ഭഗവാൻ നമ്മളെ ഇന്ന് അനുഗ്രഹിച്ചു ആക്ച്വലി. പിന്നെ ശ്രീമതി കലാ ഉണ്ണികൃഷ്ണന്റെ കപിലോപദേശത്തിലെ സാഖ്യയോഗത്തെ പറ്റിയുള്ള പ്രഭാഷണമായിരുന്നു 3ാമത് നടന്നത്. അതും നല്ല ഗംഭീരമായ ശൈലിയും അതേസമയം വളരെ വിനയത്തോടും കൂടിയായിരുന്നു ശ്രീമതി കലാ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്.
എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ രസകരവും ലളിതവുമായ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അത് പുരുഷൻ എന്താണ്, പ്രകൃതി എന്താണ്, അതൊക്കെ പറഞ്ഞ് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്ന ആ ശ്രീമതി കലാ ഉണ്ണികൃഷ്ണനും, ഇത് വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല കേട്ടോ, അതുപോലെ തന്നെയായിരുന്നു ഇരുന്നത്. ഞങ്ങൾക്ക് കേട്ടവർക്ക് വളരെ നന്നായിരുന്നു. അപ്പൊ ഈ ഭാഗവത കുടുംബത്തിന്റെ ഓരോരുത്തരുടെയും പേരിൽ നമസ്കാരങ്ങൾ. അടുത്ത് പ്രഭാഷണം പറഞ്ഞ ശ്രീമതി ബേബി, എന്താ പറയാ, ഗുരുവായൂരപ്പനല്ലേ ഇവിടെ കൊണ്ടിരുത്തുന്നത്, അപ്പം ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചോളൂ, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹം തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ച പോലെയാണ്. അവിടെ അതിനൊരു ഉദാഹരണമായിരുന്നു അത്. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഭാഷണം, ഈ ധ്രുവന് ശംഖസ്പർശം കിട്ടിയതുപോലെ അവിടെ ശ്രീമതി ബേബി അവിടെ വന്നിരുന്നപ്പോ ഭഗവാന്റെ അനുഗ്രഹം അവിടെ കിട്ടി. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന പോലെ നമ്മള് അതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നിയത്, കുട്ടികളെയൊക്കെ രാത്രി അടുത്ത് കിടത്തി കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എത്ര കട്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പക്ഷെ അല്ലേ, അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ അത് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമുക്ക്. പിന്നെ എന്താ പറഞ്ഞ, ഇന്ധനം തീർന്ന വിമാനം താഴെ വരുന്നത് പോലെ നമ്മളെ തിരുപ്പി പിന്നെയും ഇവിടെ ജനന മരണങ്ങളില് പുണ്യവും പാവവും ഒക്കെ തീരുമ്പോ പിന്നെയും താഴോട്ട് കീഴ വീഴുന്നതൊക്കെ എത്ര രസം. കേൾക്കുമ്പോ നമ്മൾക്ക് ഇതൊക്കെ എന്നും മനസ്സിൽ നിൽക്കുന്ന ഓരോ വാക്കുകളാണിത്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. അതുപോലെ പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്ന ശ്രീമതി ബേബിക്കും ഭാഗവത കുടുംബത്തിന്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരിൽ നമസ്കാരം കൊടുക്കുന്നു. പിന്നെ അവസാനത്തെ പ്രഭാഷണത്തെ പറ്റി പറയാൻ, ഇപ്പം മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറയും അല്ലെ. അതുപോലെ പത്മജാജിയുടെ കൂടെ ഇത്രയും കാലം ഇരുന്നിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു അവിടെ. അതുപോലെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ പ്രഭാവം ഇല്ലാതെ ഇരിക്കില്ല, ഉണ്ടെന്ന് അതാണ് ഇവിടെ ഇപ്പൊ ഇന്ന് തെളിയിച്ചത്. അപ്പം ശ്രീ ബാലചന്ദ്രൻ വളരെ അനായാസമായിട്ട് ആ പൃഥ്വിചരിതത്തിന്റെ ഒരു തുടക്കത്തിന് നന്നായി, വളരെ തഴക്കവും പഴക്കവും വന്ന ഒരു പ്രഭാഷണ പോലെയാണ് ഇന്ന് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിനും ഈ ഭാഗവത കുടുംബത്തിന്റെ പേരില് ഓരോരുത്തരുടെയും പേരിൽ നമസ്കാരം. പിന്നെ ഇന്നത്തെ പാരായണം ചെയ്ത എല്ലാവർക്കും, നാരായണീയം വായിച്ചവർക്കും, എല്ലാ കീർത്തനങ്ങളും ചൊല്ലിയവർക്കും എല്ലാവർക്കും, ഈ ഭാഗവത കുടുംബത്തിന്റെ പേരിൽ എല്ലാവർക്കും നമസ്കരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹം ഇത്രയും പേരെ ഇവിടെ ഒരുമിപ്പിച്ച് ഇവിടെ ഈ ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, അതിന്റെ ഒരു അട്രാക്ഷനാണ്. ഓരോരുത്തരുടെയും പുതിയ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. അത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത വിധത്തിലാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുന്നത്. ആ വാക്കുകൾ, അവർ യൂസ് ചെയ്യുന്ന ശൈലി, അവര് പറയുന്ന വിധം, അവർ പറയുന്ന എന്നും കേൾക്കുന്നതാണ് പലരുടെ അടുത്തുനിന്നും. പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയാ, അമേച്ചർ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഒരു രസമാണ് അതിന്. ഏതായാലും തിരുമേനിക്ക് വളരെ 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 നന്ദിയും നമസ്കാരവും. ഇതുപോലെ ഞങ്ങളെയൊക്കെ ഈ കുടുംബത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന് ഞാനിവിടെ ഇത് സമർപ്പിക്കുകയാണ്. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷര പദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവേത്
തത്സർവം ക്ഷമ്യതാം ദേവനാരായണ നമോസ്തു തേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജഗദീശ്വര. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. കിങ്കിണി പദകമല കൃഷ്ണ, കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥിലവര കുവലയദള നീല. കൃഷ്ണ ജയ ജഗദീശ ഹരേ. ദദി നവനീത ഹര കൃഷ്ണ, തരുണീ ചിത്തഹര. ദയയാ പാലയ ദാമോദര ഹരേ തുളസീധാമധര. കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഗോവർദ്ധന ധരണ കൃഷ്ണ, ഗോപീജനരമണ. കോമള പല്ലവ സുന്ദര ചരണ, കോകില മധുവചന. കൃഷ്ണ ജയ ജഗദീശ ഹരേ. നന്ദകുമാര ഹരേ കൃഷ്ണ, നാരദ ഗീത ഗുണ. നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ. കൃഷ്ണ ജയ ജഗദീശ ഹരേ. പൂന്താന ഭക്ത പ്രിയ കൃഷ്ണ, വൃന്ദാവന രസിക. പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ. കൃഷ്ണ ജയ ജഗദീശ ഹരേ. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ. കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഹരി. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. പടുതര മരുഭൂമോ പതതാം പതിപതി പരിപതതാം. പ്രതിപദ ലളിതം ത്വാം തൃപ്ത്വാ പരമസുഖം കുതഃ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. പരമപദേ ഭഗവാൻ ഭക്ത പരിപാലന ഗുണവാൻ.
കമലഭവായ കൃപയാം ത്വാം നിജ കമലമുഖേന ദദോ ദേവാ ജയ ജയ ഭാഗവത. നവനവരസഭരിതം ദിവ്യം നാരായണമുഖഗളിതം നളിനാസനദേവ പ്രദതോ നാരദമുനയേ ത്വാം ദേവാ ജയ ജയ ഭാഗവത. നിഗമാന്തതരോർഗളിതം മധുരം നിരവധ്യപതലസിതം നിർഗുണനിഷ്ഠോऽപി ശ്രീശുകോ നിത്യം പിബതി ത്വാം ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കലിമലഹരണം ത്വാം ശ്രുത്വാ കൈവല്യസുഖപ്രദം കൃഷ്ണ പ്രേമനിമഗ്നോ രാജ കൃഷ്ണപദാംബുജമാവ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. രമണ മുകുന്ദ മുരാരി ശരണം മേ തവ ശരണം പാവന പുരേശ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശരണം മേ തവ ചരണയുഗം. സാംബ സദാ ശിവ ശംഭോ ശരണം മേ തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. രുക്മിണി വല്ലഭ ശ്രീ ഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര മേ തവ ചരണയുഗം. ചരണയുഗം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. കണ്ണാ കാർമുകിൽ വർണ്ണനാം കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. നാളെ കാലത്തു പൈക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോകേണ്ടതോർത്തില്ലേ കണ്ണാ. കണ്ണാ കാർമുകിൽ വർണ്ണന കണ്ണാ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണാ. നാളെ കാലത്തു പൈക്കളെ കാട്ടിൽ പോകേണ്ടതോർത്തില്ലേ കണ്ണ. എണ്ണ തേച്ചു കുളിപ്പിച്ചു നന്നായി കുറി തൊട്ടിടാം കണ്ണ. പൊന്നിൻ കെട്ടിടാം കണ്ണ പട്ടു
കണ്ണാ കാർമുകിൽ വർണ്ണന കണ്ണാ കണ്ണും കൂട്ടിയുറങ്ങുക കണ്ണാ കണ്ണീലഞ്ചെഴുതാ പീലിനോട്ടിലും ചൂടാം മഞ്ഞ പൊന്നോട കണ്ണ ഗോപികമാരിങ്ങോ വന്നു കണ്ണ നല്ല വേഷങ്ങൾ കെട്ടിച്ചോരുക്കും കണ്ണ കാർമുകിൽ വർണ്ണനം കണ്ണ കണ്ണും കൂട്ടിയുറങ്ങുക കണ്ണ കാലത്തു നറുനെയ്യും കൂട്ടി നല്ല പുത്തരി ചോറും നാം പായസവും മണ്ണും ദണ്ണം കണ്ണ കുഞ്ഞി കൈകളിൽ വെണ്ണയും പാലും പഞ്ചസാരയും നൽകിടാം കണ്ണ കണ്ണ വർണ്ണനാം കണ്ണ കണ്ണും പൂട്ടിയുറങ്ങുക കണ്ണ കണ്ണ കാർമുകിൽ വർണ്ണ കണ്ണൂട്ടിയുറങ്ങുക കണ്ണ ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം വ്യാസരചിതമാ വാങ്മയതീർത്ഥം വിശ്വമടങ്ങോ വിരാട് ഭാവം ആ ഭക്തിയുണരുന്ന ജപമന്ത്രമായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം ശ്രീമദ് ഭാഗവതം ഭാഗവതം ശ്രീമദ് ഭാഗവതം പ്രകൃതിയും മാനവ ഹൃദയവും ഉണ്മയിലുതീരും ജ്ഞാനാമൃതം പ്രകൃതിയും മാനവ ഹൃദയവും ഉണ്മയിലുതീരും ജ്ഞാനാമൃതം അറിയുക സ്വരൂപം അതു തിരിച്ചറിവിന്റെ ലോകം അറിയുക ബോധസ്വരൂപം അതു തിരിച്ചറിവിന്റെ ലോകം സനാതനം ഇതു സനാതനം സനാതനം
ഇതു സനാതനം ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം. ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം. ധർമ്മവും പരമമാ സത്യവുമൊന്നാം തത്വത്തിലുയരും ഭജനാമൃതം. പകരുക ആത്മീയ ഗംഗ ഇനി പുതിയൊരു ജീവിതചര്യ. പകരുക ആത്മീയ ഗംഗ ഇനി പുതിയൊരു ജീവിതചര്യ. സനാതനം ഇതു സനാതനം സനാതനം ഇതു സനാതനം ഭാഗവതം ശ്രീമദ്ഭാഗവതം ഭാഗവതം ശ്രീമദ്ഭാഗവതം. വ്യാസരചിതമാ വാമയതീർത്ഥം വിശ്വമടങ്ങുമി വിരാട് ഭാവം. ആ ഭക്തിയുണരുന്ന ജപമന്ത്രമാ സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി.